ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 ജൂൺ 23 തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ട്രേഡിംഗ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടുള്ള ഇസ്രയേൽ ഇറാൻ യുദ്ധം എന്നതിൻ്റെ അപ്പുറത്ത് മാറി അതിപ്പോൾ US കൂടി അതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇറാനിലുള്ള 3 ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു എന്നാണ് പറയുന്നത്. ബങ്കർ ബ്ലാസ്റ്റർ എന്ന പ്രത്യേകതരം US മാത്രമുള്ള ആ ബോംബുകൾ ഉപയോഗിച്ച് അവർ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. ദെൻ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടക്കാൻ വേണ്ടി അവരുടെ പാർലമെൻറ്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് $61 ബില്യൺ ഒരു വ്യാപാര നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓയിലിൻ്റെ പ്രൈസ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ US സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ പാർലമെൻറ്റ് അംഗീകാരം കൊടുത്തു എന്ന ഒരു ന്യൂസ് വീണ്ടും കൺഫേം ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. ദെൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ US ഇറാൻ ആണവ നിലയങ്ങളിൽ ബോംബിട്ട് നശിപ്പിക്കുമെന്നറിഞ്ഞ ഇറാൻ 800 കിലോഗ്രാം യുറേനിയം അവിടെ നിന്ന് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. അത് ആക്രമണത്തിന് മുൻപ് തന്നെ അത് മാറ്റി എന്ന വാർത്തകളാണ് വരുന്നത്. 1680 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. 4 കിലോഗ്രാം യുറേനിയം ഉണ്ടെങ്കിൽ ഒരു കപ്പൽ 30 വർഷം ഓടിക്കാൻ പറ്റും. അതിന് തുല്യമായ എനർജിയാണ് അതിൽ നിന്ന് കിട്ടുക എന്നത് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഇസ്രയേലിൽ നിന്നും 160 ഇന്ത്യക്കാരെ ഇന്ത്യൻ ഗവൺമെൻറ് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ മിഷൻ ഇസ്രയേലിൽ നിന്നും അതേപോലെ ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണത്. ദെൻ മറ്റൊരു സംഭവം നമുക്കൊരല്പം നെഗറ്റീവായിട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന US പൗരന്മാരോട് അവരുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇന്ത്യയിൽ യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകൾ തനിയെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ട്രാവൽ അഡ്വൈസറി അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് US ഗവൺമെൻറ്. അത് എന്തായാലും അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കുറേ ആൾക്കാർ പെരുമാറിയത് വഴിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുക ടൂറിസം അതേപോലെ ഫ്ലൈറ്റ് തുടങ്ങിയ സംഭവങ്ങൾക്കാണ് നെഗറ്റീവായിട്ട് ഈ ന്യൂസ് വരിക. പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിൽ നമ്മളൊക്കെ കണ്ട ചിത്രങ്ങളല്ല യഥാർത്ഥ പ്രതികൾ എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങളല്ല ടെററിസ്റ്റുകളുടേത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതും ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഫോട്ടോസിൽ കണ്ട തീവ്രവാദികളല്ല ശരിക്കുള്ളവർ എന്നാണ് പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് മാത്രമുള്ള ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം ഫ്രീ സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് 2 ദിവസം അവധി ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അവസാനിച്ചത് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ജപ്പാൻ്റെ മാർക്കറ്റ് നെഗറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 22,222 ഇന്ന് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് 83 പോയിൻ്റ് താഴെ 24,939 ഇപ്പോൾ അത് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 976 ഏകദേശം ഒരു 20-25 പോയിന്റ് താഴെയാണ് ഉള്ളത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും വലിയൊരു വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ കമ്മോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $75.74 എത്തിയിട്ടുണ്ട്. $61 ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്നത്. അതേപോലെ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ അത്യാവശ്യം ലക്ഷപ്രഭുക്കളൊക്കെ ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, $3,381. ബിറ്റ് കോയിനും ഇടിഞ്ഞിട്ട് 1,11,000 ഉണ്ടായിരുന്നു, 1,00,000 എത്തിയിട്ടുണ്ട്. അതേപോലെ US ഡോളർ, അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സ്ലിപ്പായിട്ടുണ്ട്. $86.59 ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഡാറ്റ ഇന്ന് റിലീസ് ആവാനുള്ള ഇന്ത്യയിൽ നിന്ന് 2 ഡാറ്റയാണ്. S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, S&P ഗ്ലോബൽ സർവീസസ് PMI. US എന്നുള്ള S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI, S&P
ഗ്ലോബൽ സർവീസസ് PMI, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് മെയ്. UK എന്നുള്ളത് S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI, S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, S&P ഗ്ലോബൽ സർവീസസ് PMI. ജപ്പാൻ എന്ന AU ജിബുൻ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI, AU ജിബുൻ ബാങ്ക് സർവീസസ് PMI ജൂൺ. ഇത്രയും ഡാറ്റകളാണ് ഇന്ന് റിലീസ് ആവാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. FNO ബാനിൽ വന്നിരിക്കുന്നത് ABFRൽ ബയോകോൺ, RBL ബാങ്ക്, ടിത്തഗർ. ഇത്രയും സ്റ്റോക്കുകളാണ് FNO ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7,940 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,049 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,890 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റ് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എല്ലാ സെക്ടറുകളും തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ETF-ൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ETF-ഉം ഗോൾഡ് വീസ് ഒഴികെ ബാക്കി എല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. റേഞ്ച് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് നോക്കുകയാണെങ്കിൽ ലിങ്ക്, കക്കാത്തിയ സിമെൻറ്റ്, BEML, വൺ ലൈഫ് ക്യാപിറ്റൽ, മെഗാസ്റ്റാർ ഫുഡ്സ്, വാരി എനർജീസ്, ക്വാളിറ്റി പവർ, പ്രോസ്റ്റാം, ഇൻഫോ, കമ്പ്യൂകോം, സോഫ്റ്റ്, നന്ദിനി ക്രിയേഷൻസ്. ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രമായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്യാം ടെലികോം, GRM ഓവർസീസ്, ജില്ലറ്റ് ഇന്ത്യ, കാലിഫോർണിയ സോഫ്റ്റ്വെയർസ്, കോൺകോഡ് ബയോടെക്, ആസ്ട്രാസെനീക്ക, എറീസ് ലൈഫ്, ഇൻ്റലക്ട് ഡിസൈൻസ്, എക്സൽ റിയാലിറ്റി, TCI ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി 324 പോയിന്റ് മുന്നേറ്റത്തിൽ 25,112 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു വലിയ ഇടിവ് വരുമ്പോൾ തൊട്ട് മുമ്പ് ഇതേപോലെ ഒരു ഹൈ മൂവ്മെൻറ്റ് സാധാരണ കാണാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. കാരണം മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം ഉണ്ടാകും, നാരോ CPR ആണ് എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ തള്ളി മറിച്ച് വിട്ടിരുന്നല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു. എന്തായാലും ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അതേപോലെ മെസ്സേജുകൾ അയക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ദെൻ ഇനി ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഈ മാസത്തിൽ 442 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോസിറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.12 ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. 1.12 ക്ലിയർലി ബുള്ളിഷ് ആണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഏത് ടെക്നിക്കലിനെയും ഓവർറൂൾ ചെയ്യുന്ന രീതിയിലാണ് ന്യൂസുകൾ വരാറുള്ളത്. ന്യൂസിനാണ് പവർ കൂടുതൽ. സോ ഇവിടെ ബുള്ളിഷ് മോഡ് പറയുന്നുണ്ടെങ്കിൽ കൂടി വളരെ നെഗറ്റീവായ ന്യൂസാണ് നമ്മളെ സറൗണ്ടിങ്ങിൽ ഉള്ളത്. സോ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നിരീക്ഷിച്ചിട്ട് ഏതാണ് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, അല്ലെങ്കിൽ ബെയറിഷ് ആണെങ്കിൽ ബെയറിഷായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പോകണം. ഒരിക്കലും പ്രവചനങ്ങളുടെ കൂടെ മാത്രം കണ്ണടച്ച് പ്രവചനങ്ങളെ വിശ്വസിച്ച് പോകരുത്. നോർമൽ മാർക്കറ്റിലെ ന്യൂസ് ഇല്ലാത്ത സമയത്ത് പ്രവചനങ്ങൾ വളരെ കറക്റ്റ് ആയിരിക്കും. ന്യൂസ് ഉണ്ടെങ്കിൽ ന്യൂസിനാണ് ഇമ്പോർട്ടൻസ് കിട്ടുക. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 26,000 ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 2.07, 2,07,000 ഇവിടെ വന്നിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 25,000 വന്നിട്ടുള്ളത്, 1,31,000. കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. ദെൻ വിക്സ് 13.67 ഇൻട്രാഡേ ട്രേഡേഴ്സിന് പറ്റിയതാണ്. സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,112. ദെൻ CPR 25,062, 25,011, 24,960. ഏകദേശം 98 പോയിന്റ് അല്ലെങ്കിൽ 102 പോയിന്റ് ഗ്യാപ്പിലാണ് CPR വന്നിട്ടുള്ളത്. വൈഡ് ആയിട്ടുള്ള CPR ആണ്. മോസ്റ്റ് പ്രോബ്ലി ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട്. ദെൻ നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് 960, 24,960, 900, 10 പോയിന്റ് ഗ്യാപ്പിലാണ് നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത്. ദെൻ അതായത് CPR-ൻ്റെ തൊട്ട് താഴെ അതിനെ മുട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ബ്രേക്ക് ഡൗൺ ലെവൽ എന്നുള്ളത് 950, ബ്രേക്ക് ഔട്ട് ലൈൻ 25,062 കൂടി കണക്കൂട്ടി കഴിഞ്ഞാൽ 112 പോയിന്റിൻ്റെ നോട്ട് റേറ്റ് സോണാണ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് അതിൻ്റെ ഇടയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇന്ന് ഈ ടെക്നിക്കൽസിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല. അത് നിങ്ങൾ ആദ്യമേ ഞാൻ ഈ പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ടെക്നിക്കൽസിന് ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേകതയും കൊടുക്കേണ്ടതില്ല. ന്യൂസാണ് ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന കാര്യം. സോ ന്യൂസ് എന്താണ് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ സ്വയം നോക്കുക. കുറച്ച് നേരം നോക്കിക്കഴിയുമ്പോൾ ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്നുള്ളത് മനസ്സിലാവും. ഇത് നോക്കേണ്ടത് ആദ്യം 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, അതേപോലെ ഡേ ക്യാൻഡിൽ, അതിൻ്റെ ഇടയിൽ ഒരു 1 അവർ കൂടി നോക്കുക. ഇതെല്ലാ ക്യാൻഡിലും ഒരേ രീതിയിൽ ഒരേ സൈഡിലേക്ക് നിങ്ങൾക്ക് സിഗ്നൽ തരുന്നുണ്ടെങ്കിൽ
അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ 1 മിനിറ്റിലൊക്കെയാണ് എവറി മിനിറ്റ് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കൂടുതൽ ക്യാൻഡിൽസും റെഡിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീനിൽ പോകുന്നുണ്ട്. അതേപോലെ 5 മിനിറ്റ് കൂടുതലും ഗ്രീൻ ഓർ റെഡ് കാണിക്കുന്നുണ്ട്. ഏതാണോ കൂടുതൽ കാണിക്കുന്നത് ആ ഭാഗത്തേക്ക്. അതേപോലെ ഫൈനലി ഡേ ക്യാൻഡിൽ നോക്കുക ഏതാണ് മോഡ് എന്നുള്ളത്. ഒരുപാട് നേരം കൊണ്ട് ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് മാർക്കറ്റ് ഒരു 50-60 പോയിന്റ് മാത്രമേ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളെങ്കിൽ അതൊരു സൈഡ് വൈസായി കൺസിഡർ ചെയ്തിട്ട് ഒഴിവായി നിൽക്കുക. എന്നാലും ഇന്ന് മാർക്കറ്റ് 25.062 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 295 വരെ പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല കട്ട് ചെയ്ത് 950 കട്ട് ചെയ്തിട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ 930 ഇവിടെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ തെറ്റാനുള്ള ഒരു സാധ്യത. 930 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് തന്നെ ചിലപ്പോൾ 930 കിട്ടും. അതോടുകൂടി പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് 25,000 ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ മുകളിലോട്ട് വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവും. എന്തായാലും ഈ യുദ്ധം ഇന്ത്യയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഏതാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാം. ഇന്ത്യക്ക് ഓയിൽ എക്സ്പോർട്ട് ഉണ്ട്. ഇന്ത്യ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം യൂറോപ്പിലേക്കാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യാപാരം ഓയിൽ എക്സ്പോർട്ട് നിൽക്കും. ഇന്ത്യക്ക് ഓയിൽ ശരിക്കും കിട്ടുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ റഷ്യയിൽ കൂടുതലായിട്ടും ഇത് വരുന്നത് ഇറാനിലുള്ള ഓയിലും കൂടെ റഷ്യയിലെത്തുന്നുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കണ്ടത്. എന്ത് തന്നെയായാലും റഷ്യയിൽ കുറഞ്ഞ വിലയിൽ എടുക്കുന്ന ഓയിൽ ഇന്ത്യ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന് നേരിടാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൂടാതെ നോർമലി ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ പല പ്രശ്നങ്ങളും പല രീതിയിലും, ഒരു ട്രേഡ് നടക്കില്ല, ഒരു പ്രൊഡക്ഷൻ നടക്കില്ല, എല്ലാവരുടെയും ശ്രദ്ധ മുഴുവനായിട്ടും ഇതിലേക്കായിരിക്കും. എന്തായാലും യുദ്ധം അവസാനിച്ച് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓപ്ഷൻ സെല്ലേഴ്സിനായിട്ട് ഒരു ഗ്രൂപ്പ് വേണം എന്ന് പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.